എല്ലാവർക്കും നമസ്കാരം. സജ്ജന ഫിറോസ് വിഷയം കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി മിനിറ്റുകളുടെ വോയിസുകളോ അത് ഇതും എല്ലാം ആയിട്ട് സോഷ്യൽ മീഡിയ ഇടാവുന്നതും ഇടാൻ പറ്റാത്തതും എല്ലാമായിട്ട് ഇടുന്നുണ്ട്. ഇവരുമായിട്ട് കൂടി നിന്നവരുടെയും എല്ലാവരുടെയും പേര് മോശമാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ വിഷയങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണമല്ലോ എന്നാലോചിച്ചു. കാരണം പല കമന്റും വരുന്നുണ്ട്, ചേച്ചി ഈ ചീഞ്ഞ കേസിട്ട് വീട്ടു ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചീഞ്ഞ കേസിട്ട് അല്ലാതൊരു വിഷയം ഞാൻ നോക്കിയിട്ട് ഇന്ന് കിട്ടിയത് നമ്മുടെ സലീം കുമാറിന് വേണ്ടി മുഖ്യമന്ത്രി സ്മാരകം പണിയുന്നു 1 കോടി രൂപയുടെ. അതിനേതായാലും മലയാളികൾ 90% ആൾക്കാരും അല്ല 98% ആൾക്കാരും ആ ഒരു തീരുമാനത്തിനോട് അനുകൂലിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആത്മസുഹൃത്തായതുകൊണ്ട് അങ്ങേർ സലീംകുമാറിനോടുള്ള വളരെയധികം ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് തോന്നിയ കാര്യമാണ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ പൈസയൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ഒന്നും സ്വകാര്യ സ്വത്തൊന്നുമല്ല. അപ്പം അതിൽ അഭിപ്രായം പറയാൻ നമുക്കും അവകാശമുണ്ട്, അല്ലേ? നമ്മുടെ കൂടെയൊക്കെ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാം. ഞാനിപ്പോൾ അതല്ല പറയാൻ വന്നത്. കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനം കേൾക്കുമ്പം സലീം കുമാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കും എന്ന് ചിന്തിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയുണ്ട്, പുള്ളിക്കാരൻ അങ്ങോട്ട് ചിരിച്ചു മറിയും. കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സലീം കുമാർ. പുള്ളിക്കാരന് ഇതൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. അപ്പൊ സലീം കുമാർ ചിരിക്കത്തെ ഉള്ളതെന്ന് തന്നെയാണ്. പിന്നെ ഇതിന്റെ അകത്ത് എനിക്ക് കണ്ടപ്പോ പെട്ടെന്നൊരു ചിരി വന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അവിടെ അയൽവക്കംകാരുണ്ടല്ലോ, അയൽവാസികൾ നമ്മളെ പറ്റി നല്ലതൊന്നും പറയില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ വെക്കണം. എന്നാലും ഒരു അയൽവാസിയോട് പോയി ഒരു മീഡിയക്കാരൻ ചോദിക്കുകയാണ് 1 കോടി രൂപയുടെ സ്മാരകം സലീം കുമാറിന് വേണ്ടി പണിയുന്നതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായമെന്ന്. അതൊന്ന് കേൾക്ക്. ഇന്നലെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സലീം കുമാറിന് വേണ്ടിയിട്ട് 1 കോടി രൂപയുടെ സ്മാരകം പണിയുന്ന ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കുറെ അധികം വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം എന്നിട്ട് വിമർശനം വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിതൂടെ എന്ന് പറയുന്നുണ്ട്. ചേട്ടനാണ് എന്താണ് അഭിപ്രായം? ചേട്ടൻ സലീം കുമാറിന്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണ്. എനിക്ക് വേണ്ടെന്നുള്ളതാ, എനിക്ക് അഭിപ്രായമില്ല. ഇത്രേ ഉള്ളൂ പറയാൻ. സ്മാരകത്തിന്റെ ആവശ്യമില്ല. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? പുള്ളി ആർക്കും ഒരു ഉപകാരിയല്ല, അത്രയുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സലീം കുമാർ ആർക്കും ഉപകാരമില്ല. അല്ല പലരും ഇങ്ങനെയൊക്കെ ചോദിച്ചു വരും, ഇങ്ങനെയൊക്കെ സഹായത്തിനേ. അപ്പൊ ഒന്നും കൊടുക്കില്ല പുള്ളി. വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഒരാൾക്ക് എല്ലാരും പറഞ്ഞത് നല്ല അഭിപ്രായമാണ് പറ്റുന്നില്ല. അവിടുന്ന് പറഞ്ഞത് നല്ല അഭിപ്രായമായിരുന്നു. അല്ല, സ്മാരകം വേണമെന്നല്ല, സലീം കുമാറിനെ വേണ്ടിയിട്ട് നല്ല അഭിപ്രായം കുറെ ആൾക്കാർ പറഞ്ഞു. ഇതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വി.ഡി. സതീശൻ ഇദ്ദേഹം വളരെ കാര്യഗൗരവത്തിലാണ് സംസാരിച്ചത്, വളരെ സീരിയസ് ആയിട്ട് ആധികാരികമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ചിരി വന്നു. പിന്നെ അയൽവാസികളൊന്നും ആരെക്കുറിച്ച് നല്ലത് പറയില്ല. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു പോയിന്റായിട്ട് അദ്ദേഹം പറയുന്നത് പലരും ഇവിടെ സഹായം ചോദിച്ചു വരുന്നു, സലീം കുമാർ ആരെയും സഹായിച്ചില്ല എന്നുള്ളതാണ്. ചില മനുഷ്യരുടെ ഒരു പോളിസി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു 10 പൈസ വെച്ചാൽ എന്നെ ഒരാളും സഹായിച്ചിട്ടില്ല, എനിക്കൊരു മോശക്കാലത്ത് ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ 10 പൈസ ആർക്കും കൊടുക്കുന്നതല്ല എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. 10 പൈസ ഞാൻ കൊടുക്കത്തില്ല, എനിക്കാരും തന്നിട്ടില്ല, ഞാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ സലീം കുമാർ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന പോളിസിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരത് തുറന്ന് പുറത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. ഏതെങ്കിലും രോഗികൾക്ക് കുറെ പൈസ എടുത്ത് അയച്ചു കൊടുക്കുക, അല്ലെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസം വരുന്ന കാറ് കഴുകാൻ വരുന്ന പയ്യന് 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു, എയർപോർട്ടിൽ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ അന്വേഷിച്ചിട്ട് അവന് പൈസ കൊടുത്തു. അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ തെരഞ്ഞു പിടിച്ച് മമ്മൂട്ടി കൊടുക്കാറുണ്ട്. എന്നാൽ മമ്മൂട്ടി ഇവിടെ ഞങ്ങളുടെയൊക്കെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ വേറെ വഴിക്ക് അയൽവക്കംകാർ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്, വെറുതെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, ഭർത്താവിന് നല്ല ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല, പക്ഷെ മമ്മൂട്ടിയെ കാണാൻ വന്നിരിക്കുന്ന പൈസ തേടിയ നല്ലത് പറഞ്ഞു വിട്ടെന്നാ പറയുന്നത് കേട്ടോ. കാരണം നിനക്ക് ആരോഗ്യമില്ല, നീ പണിയെടുത്ത് ജീവിക്കേ, അതാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ തെണ്ടാറങ്ങല്ല വേണ്ടതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പൊ അർഹതപ്പെട്ടവർക്ക് മമ്മൂട്ടി കൊടുക്കാറുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അല്ലാതെ ഇങ്ങനെ അഴിച്ചിട്ടുള്ള ഒരു ദാനവും അതിൽ നിന്നൊരു പേര് കിട്ടാൻ വേണ്ടിയും ഒന്നും ഉള്ള ബോച്ചയൊക്കെ പോലെയൊന്നും ചെയ്യുന്ന ആളല്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ സലീം കുമാർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, അത് നമ്മൾ ആലോചിക്കണം പറയുമ്പോൾ. പല സിനിമാക്കാരും ചെയ്യാറുണ്ട്, ചെയ്യാത്തവരുണ്ട്. എന്താണേലും ഈ
സ്മാരകം പണിയുന്നതിനെ കുറിച്ച് കമന്റ് ബോക്സിൽ ഒരാൾ പോലും അനുകൂലിച്ചിട്ടില്ല. പലരും ഇട്ടിരിക്കുന്ന കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 1 കോടി രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു 4 വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ലേ? അല്ലെ ബഡ്ജറ്റ് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ 10 വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ എത്രയോ പേര് വാടകയ്ക്ക് കഴിയുന്നു, ഭർത്താവ് ഇട്ടേച്ച് പോയിട്ട് മക്കളെ ചേർത്ത് പിടിച്ച് കൂലിപ്പണിക്ക് പോയിട്ട്, എന്റെ കമന്റ് ബോക്സിൽ തന്നെയുണ്ട്, കൂലിപ്പണിക്ക് പോയിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ മക്കളെ എങ്ങനെയാലും ഒരു നിലയിൽ എത്തിക്കണമെന്നോർത്ത് വാടക വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് മുണ്ട് മുറുക്കി കൊടുത്ത് കഴിയുന്ന ഒത്തിരിയും പേരുണ്ട്. അവർക്കൊരു വീട് വാടക കൊടുക്കാതെ ഒരു വീട് വെച്ച് കൊടുത്താൽ അവർ ഈ ജന്മം മുഴുവൻ അവരും അവരുടെ തലമുറകളിലൂടെയോ സലീംകുമാർ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഇത് കിട്ടിയത് എന്നുള്ളൊരു സ്മാരകം അങ്ങനെ പണിത്, ഒരു സ്മാരകം വഴി പണിത് ഇങ്ങനെ പൊക്കി വെച്ചാൽ ചുമ്മാ കാക്കയും പ്രാവും എല്ലാം വന്ന് അപ്പിയിടാൻ വേണ്ടി ഉപയോഗിക്കുമെന്നല്ലാതെ എന്ത് കാര്യമുള്ള ഇതിപ്പോ അങ്ങനത്തെ സ്മാരകം ആയിരിക്കില്ല. 1 കോടി രൂപയുടെ സ്മാരകം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടണം അത് എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളത്. കാക്കയും പ്രാവും ഒന്നും വരാൻ ചാൻസ് ഇല്ല, അല്ലെ ഗാന്ധിജിയുടെ പ്രതിമ ഇരിക്കുന്ന പോലെ ഇരിക്കുമല്ലോ എന്നോർത്ത് പറഞ്ഞു പോയതാ. അപ്പൊ ഒരു സ്മാരകം പണിയുന്നതിലും നല്ലത് എപ്പോഴും ഒരു വീട്, പിന്നെ ഈ കിഡ്നിയുടെ ഒക്കെ അസുഖത്തിന് വന്ന ഡയാലിസിസ് സെന്റർ അതൊക്കെ ഇടുക, അങ്ങനെയൊക്കെയാ കമന്റ് ബോക്സിലുള്ള. അങ്ങനെ എന്തോരം കാര്യങ്ങളും മനുഷ്യർക്ക് ശരിക്കും ഇന്ത്യയിൽ 500 രൂപ കയ്യിലെടുക്കാൻ ഇന്ന് വരെ 500 രൂപ കാണാത്ത ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെയല്ല. ഇപ്പോഴും പുറത്തു പറയാതെ നമ്മൾ വേറൊരു കാര്യം, ഈ ഹൈ ആയിട്ടുള്ള ആൾക്കാര് പണത്തിന്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെ പൈസ ചെലവാക്കണമെന്ന് അറിയില്ല. കടലാസിന്റെ വില പണത്തിനില്ലാതെ നടക്കും. ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ അവരാ കിട്ടുന്ന അന്നത്തെ മേടിക്കുന്നു. പണ്ട് പറയും കലാഭവൻ മണി പറയുന്നത് 10 രൂപയുടെ ചാള ഇങ്ങനെ 10 രൂപയുടെ പച്ചക്കറി അങ്ങനെ മേടിച്ച് അവര് അങ്ങനെ കഴിയുന്നു. ഇതിന്റെ നടുക്കുള്ള ഒരാൾക്കാരുണ്ട്, കീഴോട്ടും ഇറങ്ങാൻ അവർക്ക് പറ്റുന്നില്ല, മിഡിൽ ക്ലാസ് മേലോട്ടും കയറാൻ പറ്റുന്നില്ല. അവരെപ്പോഴും മേലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ എത്തിപ്പിടിക്കുക, അതുകൊണ്ട് പോയി കടക്കണിപ്പെടുകയും ചെയ്യും. അപ്പൊ അവര് ശരിക്കും ഞെരുങ്ങി അമർന്നാണ് ജീവിക്കുന്നത്. ശരിക്കും അവരെയാണ് ആരും മൈൻഡ് ചെയ്യാത്തത്. ലോ ക്ലാസ്സിന് ഗവൺമെന്റ് ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ, ഹൈ ക്ലാസ്സിന് പിന്നെ ഇതൊന്നും വിഷയമല്ല. ഈ മിഡിൽ ക്ലാസ്സുകാരുണ്ടല്ലോ അവര് കിടന്ന് വല്ലാതെ വലയുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരു ഉപകാരം സലീംകുമാറിന്റെ പേര് ചെയ്തെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആത്മാവിന് പോലും ശാന്തി കിട്ടും. അങ്ങനെയാണ്, അതൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് കമന്റ് ബോക്സിലും എന്റെ അഭിപ്രായം. പിന്നെ ഈ സലീംകുമാറിന്റെ മകൻ ഈ അടുത്ത് ബാലൻ സിനിമയുടെ പ്രിവ്യൂവിന് വന്നിട്ട് സംസാരിക്കുന്നുണ്ടാണ്. അല്ല നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. നാളെ പടം റിലീസ് മാക്സിമം ഇന്ന് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കണക്കിടക്ക് റിവ്യൂ എഴുതിടാം. നല്ലത് മാത്രം എഴുതാം. നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ അതൊക്കെ അത് ഗണോ ഓൾറെഡി കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞങ്ങളെ കൂടി പരിഗണിക്കണം. അപ്പൊ എല്ലാവരും പുറത്ത് ഒരു റിവ്യൂ പറയാനുള്ളത് ഉണ്ടാവും. അപ്പൊ പറയാൻ താല്പര്യമുള്ളത് പറഞ്ഞിട്ട് പോവാ. താങ്ക് യു. സലീംകുമാറിന്റെ മകൻ സലീംകുമാറിന്റെ വിയോഗത്തില് അങ്ങ് സങ്കടപ്പെട്ട് നെഞ്ചുപൊട്ടി അങ്ങനെ കമന്നടിച്ച് കിടക്കുകയായിരുന്നു വീട്ടിൽ. ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ആണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല അല്ലെ? കമന്റ് ബോക്സിലും കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 16 ആയില്ലെന്നോ അത് ഇതെന്നൊക്കെയുള്ള രീതിയിലൊക്കെ അഭിപ്രായം വന്നു. പക്ഷെ അതിന്റെ മറുപടിയായിട്ട് കമന്റ് ബോക്സിൽ തന്നെ ചിലരൊക്കെ ഇട്ടിരിക്കുന്ന മറുപടി ഞാൻ കണ്ടു. സിനിമ എന്ന് പറഞ്ഞാൽ അതാണ് സലീംകുമാറിന്റെ ആണേലും മകന്റെ ആണേലും ജീവിതം, അവരുടെ ജീവിത മാർഗം, അവരുടെ വരുമാന മാർഗം, അവർ ജോലി ചെയ്യുന്നത് ആ ഫീൽഡിലാണ്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ അവര് ഈ 10-16 ദിവസമോ അല്ലെ അത്രയും ദിവസം അവർ ലീവ് എടുത്തിരിക്കുമോ, അവര് ജോലിക്ക് പോകില്ലേ? അതേപോലെ കരുതിയാൽ മതി. ഇതാണ് അവരുടെ ജോലി. അപ്പൊ അവർക്കത് വന്നേ പറ്റൂ, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് നെഗറ്റീവ് പറയരുത് എന്നാണ് അതിന്റെ അകത്തിട്ടിരിക്കുന്നത്. കുറെയൊക്കെ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് സാധിച്ചു കൊടുക്കുക. നമ്മൾ അകലെ ഇരിക്കുമ്പോൾ അവരൊന്ന് വിളിച്ചാൽ ഇപ്പൊ സമയമില്ല പിന്നെ വിളി എന്നൊക്കെ പറഞ്ഞ അഹങ്കാരം പറയാതെ അവരെന്താണ് പറയുന്നത് കേൾക്കാൻ നിൽക്കുക, അവരെ കെയർ ചെയ്യുക, അതാണ് വേണ്ടത്. അതല്ലാതെ ഹിന്ദുക്കളുടെ ഒരു രീതിയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത പൂജയെത്താകട്ടെ ലക്ഷങ്ങൾ നമ്മളെ കൊണ്ട് മുടക്കാൻ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരല്പം
അന്ധവിശ്വാസം കൂടെ ഉള്ളവരാണ് നമ്മുടെ പൂജാരികൾ. നമ്മളെ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കും. അന്നേരം മരിച്ച ആളുടെ പൂജ പോരാണ്ട് തലമുറകൾക്ക് മുന്നേ മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ല, നമുക്ക് ദോഷമാണെന്നും പറഞ്ഞ് അതിന് ലക്ഷങ്ങൾ മുടക്കും. പൂജയോട് പൂജയായിരിക്കും. അതൊന്നും ചെയ്യുന്ന വലിയ കാര്യമില്ല. പിന്നെ നമുക്കൊരു പേടിയും മരിച്ചതിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഇവരൊക്കെ പറയുന്നത് കേൾക്കണം. അല്ല പിന്നെ നമുക്കൊരു മനസാക്ഷി കുത്തു തോന്നുന്നുകൊണ്ട് ആത്മാവിന് ശാന്തി കിട്ടാനുള്ള കർമ്മങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനേക്കാട്ട് ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അവർ ജീവിച്ചിരുന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്, അത് സാധിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിരുന്നോ എന്നുള്ളതാണ്. ഞാൻ ഈ ലുലുമാളി എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. വീൽ ചെയറെ പ്രായമുള്ള ആൾക്കാർ ആ ലുലുമാള് മുഴുവൻ കൊണ്ട് നടന്ന് കാണിക്കും. എനിക്കത് കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അവർക്ക് നടന്ന് ലുലുമാളിൽ ഇനി മരിക്കുന്നതിന് മുന്നേ വരാൻ പറ്റിയല്ല. വീൽ ചെയർ ഇരുത്തി മൊത്തം ഭാഗം കൊണ്ട് കാണിക്കുന്ന മക്കളുണ്ട്. ആ മക്കൾക്ക് കൊടുക്കണം കൈ. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം, എപ്പോഴും കാണാറുണ്ടത്. അവരാണ് യഥാർത്ഥ മക്കൾ. അപ്പൊ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. അല്ലാതെ കുറേ പൂജ ചെയ്ത് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സലീംകുമാറിന്റെ മകൻ ഇതിന് ശേഷം ഈ പ്രിവ്യൂവിന് വന്നതോ പ്രൊമോഷനായിട്ടൊക്കെ വന്നതിന് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ നല്ല മകനാണേ അത് മതി. ഇനി അതല്ല, അച്ഛന്റെ നഷ്ടത്തില് ഒന്നിലും ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെയുള്ള സങ്കടക്കാരനാണെ അവിടെ കിടക്കത്തേ ഉള്ളൂ. അത് വേറെ കാര്യം. അവരൊക്കെ ഒന്നുകൂടെ പ്രാക്ടിക്കലാണ്. അപ്പൊ ആ ഒരു ഇതൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ, ഇതും കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ കോടികളുടെ സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ? ജനങ്ങളുടെ പൈസയൊക്കെ എടുത്ത് കളയേണ്ട കാര്യമുണ്ടോ? ഇനി ജനങ്ങളുടെ പൈസ അല്ല, ഇനി എന്താണെങ്കിലും സലീംകുമാർ പോലും ആഗ്രഹിക്കുകയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.